തൃശൂർ ജില്ലയിലെ തിരുവല്ലാമലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ക്ഷേത്രമാണ് വില്വാദ്രിനാഥ ക്ഷേത്രം. ഐതിഹ്യ സമ്പന്നമായ ഈ ക്ഷേത്രത്തെക്കുറിച്ചും വില്വാദ്രിനാഥനെക്കുറിച്ചും കൂടുതൽ അറിയാം ഇന്നത്തെ കഥയമമയിലൂടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ രാമനവമി ആശംസകൾ നേരുന്നു. ഭഗവാൻ പ്രഭു ശ്രീരാമചന്ദ്രന്റെ നാമം സ്മരിക്കുന്ന മാത്രയിൽ തന്നെ സകല പാപങ്ങളും നമ്മളെ വിട്ടൊഴിയുന്നു എന്നാണ് സങ്കല്പം. ഇന്ന് രാമനവമിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ശ്രീരാമക്ഷേത്രങ്ങളിലൊന്നായിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലയിൽ സ്ഥിതി ചെയ്യുന്ന സാക്ഷാൽ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ വില്വാദ്രിനാഥൻ്റെ കഥയാണ് ഇന്നത്തെ കഥയമമയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വില്വാദ്രിനാഥൻ സാക്ഷാൽ ശ്രീരാമസ്വാമി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കഥയിലേക്ക് അല്പസമയം നമുക്ക് നമ്മുടെ ശ്രദ്ധയെ ഭക്തി പുരസരം തിരിക്കാം. നോക്കൂ, ആത്യന്തികമായിട്ട് നിരവധിയായിട്ടുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളുള്ള ഭൂമിയാണ് കേരളം. ഈ കേരളം സൃഷ്ടിച്ചത് തന്നെ ആത്യന്തികമായിട്ട് ഒരു വൈഷ്ണവ മൂർത്തിയാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. സാക്ഷാൽ പരശുരാമൻ. ആ പരശുരാമൻ്റെ തന്നെ കൈകൾ കൊണ്ട് പ്രതിഷ്ഠിതമായിട്ടുള്ള ഒരു ദിവ്യ സങ്കേതമാണ് ആത്യന്തികമായിട്ട് വില്വാദ്രിനാഥൻ എന്ന് മനസ്സിലാക്കണം. ആ കഥയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയാണ് നമ്മൾ നന്ദിയോടുകൂടി സ്മരിക്കേണ്ടത്. ഒരാൾ കശ്യപ മഹർഷിയുടെ പുത്രനായിട്ടുള്ള ആമലകൻ എന്ന് പറയുന്ന സന്യാസിയാണ്. രണ്ടാമത്തെ ആൾ സാക്ഷാൽ പരശുരാമസ്വാമി തന്നെയാണ്. ഇവർ രണ്ടുപേരും കാരണമാണ് വില്വാദ്രിനാഥൻ്റെ ക്ഷേത്രം നമുക്ക് ഈ ഭാർഗവ ക്ഷേത്രമായിട്ടുള്ള കേരളത്തിൽ ലഭിച്ചത് എന്ന് മനസ്സിലാക്കുക. ആ കഥയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. നോക്കൂ, ഭഗവാൻ രാമനെ എന്നെങ്കിലും ഒരിക്കലെങ്കിലും കാണണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആമലകൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു മുനികുമാരൻ, അദ്ദേഹം കശ്യപ മഹർഷിയുടെ മകനാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇന്നത്തെ വില്വാദ്രിനാഥൻ്റെ ക്ഷേത്രമുള്ള പരിസരത്ത് അവിടെയുള്ള ഒരു നദിക്കരയ്ക്ക് സമീപമായിട്ട് തപസ് ചെയ്തിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന ആവശ്യം എപ്പോഴെങ്കിലും തൻ്റെ പ്രഭുവായിട്ടുള്ള ശ്രീരാമൻ്റെ ആ ദിവ്യ ദർശനം ഒന്ന് ലഭിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു. അങ്ങനെ സദാസമയം രാമനാമം ചൊല്ലി 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 ഒരിക്കൽ സാക്ഷാൽ ഭഗവാൻ ശ്രീരാമൻ ഭൂദേവി, ശ്രീദേവി, അനന്തൻ എന്നിവരോടുകൂടി ആമലകൻ എന്ന് വിളിക്കപ്പെടുന്ന ആ മുനികുമാരൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. എന്തുകൊണ്ടാണ് ഈ ആമലകൻ എന്നുള്ള പേര് ആ മുനികുമാരന് വന്നതെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഭക്ഷിച്ചിരുന്നത് ഒരു നെല്ലിക്ക മാത്രമായിരുന്നു എന്നാണ്. അതുകൊണ്ട് നെല്ലിക്ക മാത്രം ഭക്ഷിച്ചിരുന്ന മുനികുമാരനായതുകൊണ്ടാണ് അദ്ദേഹത്തെ ആമലകൻ എന്ന് വിളിച്ചത്. അങ്ങനെ ആമലകൻ്റെ മുമ്പിൽ സാക്ഷാൽ ഭഗവാൻ ഭൂദേവിയോടും ശ്രീദേവിയോടും അനന്തനോടും ഒപ്പം പ്രത്യക്ഷപ്പെട്ടു. ഇനി എൻ്റെ ക്ഷേത്രം ഇവിടെ ഉണ്ടാവുമെന്ന് ഭഗവാൻ അരുളി ചെയ്തു. അങ്ങനെ സ്വയംഭൂവായിട്ട് ഒരു ശ്രീരാമ ചൈതന്യം, ഒരു ശ്രീരാമ വിഗ്രഹം അവിടെ ഉയർന്നു വന്നു. ആ ക്ഷേത്രമാണ് വില്വാദ്രിനാഥ ക്ഷേത്രമായിട്ടുള്ള സാക്ഷാൽ തിരുവല്ലാമലയിലെ ശ്രീരാമസ്വാമി ക്ഷേത്രം. അവിടേക്ക് പിന്നീട് വന്നിട്ടുള്ള രണ്ടാമത്തെ വൈഷ്ണവമൂർത്തിയാണ് നമ്മൾ പിന്നീട് പോയി തൊഴുന്ന ലക്ഷ്മണസ്വാമിയുടെ ക്ഷേത്രം. അതേ ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ട് വരുന്നത്. അതിന് പുറകിൽ പറയുന്ന കഥ എന്തെന്ന് ചോദിച്ചാൽ, സാക്ഷാൽ പരശുരാമസ്വാമി ക്ഷത്രിയരെ മൊത്തം പലതവണ കൊന്നൊടുക്കിയതിനു ശേഷം അദ്ദേഹം സ്യമന്തക തീർത്ഥം എന്ന് വിളിക്കപ്പെടുന്ന ഇന്നത്തെ കുരുക്ഷേത്രം പോലും ആ രക്തം കൊണ്ട് നിർമ്മിച്ചതിന് ശേഷം ആ ചെയ്ത പാപങ്ങളുടെ പരിഹാരമായി തപസ് ചെയ്യാനായി കേരളത്തിലേക്ക് വന്നു എന്നാണ്. പലപ്പോഴും അദ്ദേഹത്തിന് തപസ്സിന് കൃത്യമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചില്ല. താൻ വധിച്ച പല രാജാക്കന്മാരുടെയും ആത്മാക്കൾ അദ്ദേഹത്തെ ശല്യം ചെയ്തു എന്നാണ്. ഈ അവസ്ഥ മറികടക്കാൻ എന്താണ് ഉപായം എന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇവിടെ മഹാദേവന്റെ സാന്നിധ്യം ഒരു സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്. അവിടെ ചെന്ന് മഹാദേവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉപായം അദ്ദേഹം പറഞ്ഞു തരും. അങ്ങനെ ഇന്ന് കാണുന്ന വില്വാദ്രി പ്രദേശത്തേക്ക് പരശുരാമൻ എത്തുന്നു. മഹാദേവനെ നമസ്കരിക്കുന്നു. മഹാദേവൻ പരശുരാമന് സമ്മാനിച്ച വിഗ്രഹമാണ് ആ രണ്ടാമത്തെ വിഗ്രഹമായിട്ടുള്ള ലക്ഷ്മണസ്വാമിയുടെ വിഗ്രഹമായി പിന്നീട് പ്രതിഷ്ഠിക്കപ്പെട്ടത്. കാലഘടന നോക്കുമ്പോൾ രണ്ടാമത്തെ വിഗ്രഹമാണ് കൂടുതൽ പഴക്കം ചെന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും ആ വിഗ്രഹത്തിൽ ലക്ഷ്മണസ്വാമിയെയും ആദ്യത്തെ വിഗ്രഹത്തിൽ ശ്രീരാമസ്വാമിയെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ശ്രീരാമസ്വാമിയുടെ പ്രതിഷ്ഠ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീലക്ഷ്മിയും അതുപോലെ തന്നെ ഭൂമിദേവിയും ഇരുവശങ്ങളിലായി നിൽക്കുന്ന തരത്തിൽ മധ്യഭാഗത്ത് ഭഗവാൻ
സാക്ഷാൽ ശ്രീരാമസ്വാമിയായിട്ട് നിൽക്കുന്ന രൂപത്തിലുള്ള വിഗ്രഹമാണ്. ലക്ഷ്മണസ്വാമിയും ഇതുപോലെ വൈഷ്ണവ സ്വരൂപമായിട്ടുള്ളൊരു വിഗ്രഹത്തിലാണ് സാന്നിധ്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാമലക്ഷ്മണന്മാരുടെ ഒരുമിച്ചിട്ടുള്ള ദർശനം, ഒപ്പം ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം കൂടി ആ ക്ഷേത്രത്തിലുണ്ട്. രാമലക്ഷ്മണന്മാർക്കൊപ്പം ആഞ്ജനേയനെയും തൊഴാനുള്ള അവസരമാണ് വില്വാദ്രിനാഥനെ സന്ദർശിക്കുന്ന ഓരോ ഭക്തർക്കും കിട്ടുന്നത്. അവിടേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ആ സരസ്വതി കുണ്ഡം എന്ന് വിളിക്കപ്പെടുന്ന നദിക്ക് കീഴെയായിട്ട് ആമലക മഹർഷിക്ക് ഒരു സാന്നിധ്യവും പൊതുവിൽ പറഞ്ഞു പോരാറുണ്ട്. അങ്ങനെ ആമലകൻ്റെയും പരശുരാമൻ്റെയും പ്രയത്നം കൊണ്ട് നമ്മുടെ ഈ കേരളം എന്ന് വിളിക്കപ്പെടുന്ന ദിവ്യദേശത്തിന് കിട്ടിയിട്ടുള്ള അമൂല്യമായിട്ടുള്ളൊരു തീർത്ഥാടന സമ്പത്താണ് വില്വാദ്രിനാഥൻ്റെ ക്ഷേത്രം. ലക്ഷ്മണസ്വാമിയാണ് അവിടെ എന്ന് പിന്നീടാണ് അത് മനസ്സിലാക്കുന്നത് എന്നും പറയാറുണ്ട്. അതിന് പുറകിലുള്ളൊരു കഥ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒരിക്കൽ വില്വാദ്രിനാഥൻ്റെ ക്ഷേത്രത്തിൽ ചാക്യാർ കൂത്ത് നടക്കുകയായിരുന്നു എന്നാണ്. ആ സമയത്ത് ചാക്യാർ വർണ്ണിച്ചിരുന്നത് ഭഗവാൻ ശ്രീരാമൻ സേതുബന്ധനത്തിനായി വരുണൻ്റെ ആ അഹങ്കാരം ശമിപ്പിക്കുന്നതിനായി ഭഗവാൻ പെട്ടെന്ന് ക്രോധാകുലനായിട്ട് ലക്ഷ്മണ എവിടെയാണ് എൻ്റെ അമ്പും വില്ലും എന്ന് ചോദിക്കുന്ന ഒരു രംഗമാണ് അദ്ദേഹം വർണ്ണിച്ചിരുന്നതെന്നാണ്. ചാക്യാർ ഈ രംഗം വർണ്ണിച്ച ഉടനെ തന്നെ ലക്ഷ്മണസ്വാമിയുടേത് എന്ന് നമ്മൾ ഇന്ന് കരുതപ്പെടുന്ന ആ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ തനിയെ തുറക്കുകയും ഇതാ ജ്യേഷ്ഠ അമ്പും വില്ലും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അശരീരി കേട്ടു എന്നുമാണ്. ഭഗവാൻ ശ്രീരാമസ്വാമിക്ക് അമ്പും വില്ലും കൊടുക്കാനായി ലക്ഷ്മണസ്വാമി അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരിക്കലും അവിടെ ചാക്യാർ കൂത്ത് നടത്താറില്ല എന്നൊരു കഥ കൂടെ പറയാറുണ്ട്. ഒരു ചാക്യാർക്ക് ഉണ്ടായിട്ടുള്ള അപമാനത്തിൻ്റെ പേരിലാണ് അതുണ്ടായതെന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഐതിഹ്യവശാൽ ലക്ഷ്മണസ്വാമിയുടെ സാന്നിധ്യം അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ട സമയത്ത് പിന്നീട് അതിനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയധികം പ്രസിദ്ധിയുള്ള, ഇത്രയധികം പ്രാഗൽഭ്യമുള്ള ഒരു അമ്പലം ഒരു കേരളത്തിൽ തന്നെ വേറെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ശ്രീരാമസ്വാമിയുടെ മറ്റനേകം ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ടെങ്കിലും ഈ ഭൂദേവി, ശ്രീദേവി, ലക്ഷ്മണ, ഹനുമാൻ സമേതനായിട്ടുള്ള ആ ശ്രീരാമസ്വാമിയെ കാണാൻ നമ്മൾ വില്വാദ്രിനാഥനിൽ തന്നെ വരേണ്ടതാണ്. ആ വില്വാദ്രിനാഥനെ ഈ രാമനവമിക്ക് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഹരേ രാമ മന്ത്രം മുഴക്കിക്കൊണ്ട് ആരാധിക്കാം. എല്ലാവരെയും ശ്രീരാമസ്വാമി അനുഗ്രഹിക്കട്ടെ. മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.